നമസ്കാരം. ഈ വീഡിയോ ഹരിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഞാൻ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോയ്ക്ക് മഞ്ഞത്തലേൻ്റെ ഒരു വീഡിയോയ്ക്ക് റിയാക്ഷൻ ആയിട്ട് ചെയ്തൊരു വീഡിയോയ്ക്കാണ് വീണ്ടും റിയാക്ഷൻ ചെയ്ത് കണ്ടു. അപ്പോൾ എനിക്കൊരു മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവൻ്റെ തന്ത ഇവനോട് പറയാണ്, എടാ മോനെ, നിന്റെ തന്ത ഞാനാടാന്ന് പറഞ്ഞാലും അത് തട്ടിപ്പാണ്, നിങ്ങൾ ഒന്നും അങ്ങനെയേ അല്ല, നിങ്ങൾ തട്ടിപ്പ്, നിങ്ങൾ കള്ളത്തരം പറയുന്നതാണ് മോനെ, ഞാൻ DNA ടെസ്റ്റ് എടുത്ത് കാണിച്ചു തരാടാ. അങ്ങനെ DNA ടെസ്റ്റ് എടുത്ത് മഞ്ഞത്തലേനെ കാണിക്കുകയാണ്. DNA ടെസ്റ്റ് കണ്ടേ, അത് കണ്ടിട്ട് പുള്ളി പറയാം, ഇത് തട്ടിപ്പാണ്, ഇത് DNA ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് തട്ടിപ്പല്ലേ, തട്ടിപ്പാണ്. ഇതാണ് അവസ്ഥ. അതായത് ഹൈറിച്ചിന്റെ ഇവന്മാർ ഞാൻ മഞ്ഞത്തല എന്ന് പറഞ്ഞ ഒരാളെ അല്ല ഉദ്ദേശിക്കുന്നത്, എല്ലാവരും സെയിം. അതായത് ഇപ്പം അതിനകത്ത് ഇവൻ പറയുന്നുണ്ട്, അഡ്വാൻസ് പേയ്മെന്റ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം കൊണ്ടുപോകുന്നത് ഇത് ഇങ്ങനെ ഒരു കേസ് വന്നപ്പോഴാണെന്ന്. അയ്യോ മോനെ, നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. അതാണ് സംഭവം. അതായത് ഇവന്മാർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അഡ്വാൻസ് പേയ്മെന്റ് ആണെന്നുള്ളതോ അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഇവന്മാർക്ക് ഇത് അറിയത്തില്ലായിരുന്നു. ഇയാൾ കേസ് കൊടുക്കുന്ന സമയത്തോ ഇങ്ങനൊരു ഇവന്മാർ ഈ വാട്സപ്പ് ഗ്രൂപ്പിലുമായിട്ട് ഈ ആരുടെയോ കാശ് കിട്ടിയിട്ടാണ് ഈ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കിയ സമയത്ത് ഇത് ഇൻവെസ്റ്റ്മെന്റ് ആണെന്നാണ് ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ അഡ്വാൻസ് പേയ്മെന്റ് ആണെന്നുള്ളത് ഈ ഹൈറിച്ച് ഈ സംഭവം ഇതെന്താ പിന്നെ ഇത്രയും വലിയൊരു കമ്പനി, തൃശ്ശൂർ കേരളത്തിൽ തുടങ്ങിയ ഒരു കമ്പനി, അവര് അതിന്റെ ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ്സ് സ്വീകരിക്കാൻ പാടില്ലെന്നും അതിന് കൃത്യമായ ചട്ടം വേണമെന്നൊന്നും അറിയാതെയാണ് ഇത്രയും വലിയൊരു കമ്പനി തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ് പ്ലാൻ കൊണ്ടുവരുന്നത്. ഇതൊക്കെ പറയുന്നത് ഏതെങ്കിലും ഈ മന്ദബുദ്ധികൾ തമ്മിൽ പറഞ്ഞ് ചിരിക്കാമെന്നല്ലാതെ വേറെ വഴിയൊന്നും ഇതിലില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു റിട്ടയർഡ് പോലീസുകാരനാണ് ഇതിനെതിരെ കേസ് കൊടുത്തെന്ന് പറയുന്നത്. അപ്പൊ പിന്നെ നമുക്ക് മനസ്സിലാവും ഈ ഉദ്യോഗസ്ഥരും ഇതിനെതിരെ സംഭവിച്ച ഗവൺമെന്റിന്റെ വശത്തു നിന്നുള്ള ഈ നടപടികൾക്കെല്ലാം പല ഇത്തരത്തിലുള്ള കാരണങ്ങളുണ്ട്. അതായത് ഇതെല്ലാം മനുഷ്യരാണല്ലോ. ഈ പ്രത്യേകിച്ച് ഹൈറിച്ചിൽ ഇല്ലാത്തവരും കൂടെ ഹൈറിച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരോ ഹൈറിച്ചിൽ കൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമുള്ളവരോ വരുമാനം കിട്ടേണ്ടവരോ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനി നശിച്ചു പോയാലും ഒരു കുഴപ്പമില്ല. അവർക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നക്കാപ്പിച്ച വല്ലതും ആരെങ്കിലും കൊടുത്താലും പിന്നെ ഈ കമ്പനിക്കെതിരെ ഹൈറിച്ചിനെതിരെ നിൽക്കുന്ന വലിയ ടീമുകളുണ്ട്. അതായത് ചില ഇത്തരത്തിലുള്ള മൾട്ടി ലെവൽ ചില കമ്പനികളുണ്ട്. പിന്നെ ചില ഈ പൊട്ടിപ്പോയ 1-2 ബാങ്കുകളൊക്കെ ഉണ്ടല്ലോ, ഈ പേരുകൾ ഞാൻ പറയുന്നില്ല, ചില ബാങ്കുകളൊക്കെ തന്നെ ഉണ്ടല്ലോ, യഥാർത്ഥ തട്ടിപ്പ് അവർ നടത്തി പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് അതിന്റെ മുമ്പിൽ കിടന്നിട്ട് കരയുന്ന വീഡിയോകളും വാർത്തകളും നമ്മൾ കാണുന്നുണ്ട്. ഈ കസ്റ്റമേഴ്സ് തന്നെ വന്ന് കരയുവാണ്, ഞങ്ങളുടെ പൈസ ഇവർ തരുന്നില്ല, ഞങ്ങളുടെ പൈസ കൊണ്ടുപോയി എന്നും പറഞ്ഞുകൊണ്ട് ഈ ബാങ്കിന്റെയും ഈ ചിട്ടി സ്ഥാപനത്തിന്റെ ഒക്കെ മുമ്പിൽ വന്ന് കരയുന്ന വാർത്തകളുണ്ട്. ഈ ഒരു കമ്പനി, ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരാളും അതുപോലെ കരഞ്ഞുകൊണ്ട് വരികയോ ആർക്കെങ്കിലും ഒരാൾക്ക് പൈസ പോയെന്ന് പറഞ്ഞുകൊണ്ട് വരികയോ ഒന്നും ഈ കേസ് അന്വേഷണം നടക്കുന്നവർ ചെയ്തിട്ടില്ല. അല്ല, ഈ ബാങ്ക് ഫ്രീസ് നടക്കുന്നവരെ സംഭവിച്ചിട്ടില്ല. കാരണം എല്ലാവർക്കും വരുമാനം കിട്ടിയിട്ടുണ്ട്, പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പം എന്നിട്ടും ഇതിനെതിരെ നടന്ന ഒരു അന്വേഷണത്തിന് ഇവന്മാര് ഈ കേരളത്തിൽ ഇതുവരെ ഒരു ടീം, ഒരു ഗ്രൂപ്പ് ആ ഒരു അന്വേഷണത്തിന് വേണ്ടി നിൽക്കുന്ന, ഇത്രയും ആർജവത്തോടെ നിൽക്കുന്ന ഒരു ടീമിനെ ഞാൻ കണ്ടിട്ടില്ല. അതായത് ഈ ഒരു ബാങ്ക്, ഈ ഒരു സഹകരണ ബാങ്കും അത്തരത്തിലുള്ള ചിട്ടിയും അവരൊക്കെ പിന്നെ ഈ വിദേശ രാജ്യത്തിൽ നിന്നൊക്കെ വന്നിട്ട് ക്രിപ്റ്റോ കറൻസി മൂലമൊക്കെ പൈസ ഒരുപാട് തട്ടിക്കൊണ്ട് നാട്ടിൽ നിന്ന് തന്നെ പോയ കോടികൾ, 4000-5000 കോടി രൂപ തട്ടിച്ചുകൊണ്ട് പോയ കമ്പനികൾക്കെതിരെയോ ഒരു വർത്താനം പറയാനൊന്നും ഇവന്മാരുടെ വാട്സപ്പ് ഗ്രൂപ്പും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ ഹൈറിച്ച് എന്ന് പറഞ്ഞ ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാവാത്ത, ഒരാൾക്കും പണനഷ്ടവും ഉണ്ടാവാത്ത ഈ ഒരു കമ്പനിക്കെതിരെ ഇങ്ങനെ ഇത്രയും ഞാൻ മഞ്ഞത്തലേന്റെ ഒരു ഇത് കാണിക്കാം. അതായത് ഇവനൊക്കെ കുരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനൊക്കെ വെറും അതായത് യജമാനന്റെ എല്ലിൻ കഷ്ണത്തിന് കിട്ടാൻ വേണ്ടി കുരച്ചുകൊണ്ടിരിക്കുന്ന, 24 മണിക്കൂറും കുരച്ചുകൊണ്ടിരിക്കുന്ന പട്ടികളാണ്. പട്ടികൾ, തെരുവ് പട്ടികൾ. ഈ പട്ടികൾക്ക് ഈ എല്ലിൻ കഷ്ണം ഇട്ട് കൊടുക്കുന്നത് ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒരു ജോണിയും ഈ അനിലിക്കരയും ഈ വത്സനും എല്ലാം കൊടുക്കുന്ന നക്കാപ്പിച്ച കുറച്ച് കൊടുക്കുന്നുണ്ടാവും. അല്ലാതെ ഇത് എന്തായാലും ഇത്രയും ഇപ്പം ഈ മഞ്ഞത്തലേന്റെ ആ ചാനലിന്റെ വീഡിയോ ഒരു ഇത് ഞാൻ കാണിക്കാം, ഒരു സ്ക്രീൻ ഇത് കാണിക്കാം. അതായത് അവൻ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ മുതൽ ഇവൻ 3 നേരം കൊരയാണ്. ഒരു ദിവസം 3 നേരം വെച്ച് ഡെയിലി കൊരയോട് കൊര.
അത് പേപ്പട്ടിക്ക് കുരയ്ക്കാനല്ലേ പറ്റും. കുരച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കുരയാ കടിക്കുക, ഇത് തന്നെ പരിപാടി. അപ്പൊ ഈ കുര തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും ഹൈറിച്ച് എന്നാണ് ഇവന്റെ കുര. ഹൈറിച്ച്, മണീച്ചെയിൻ, ഈ രണ്ടുമാണ് ഇവന്റെ കുരയിലെ ശബ്ദം. മനസ്സിലായോ? അതായത് ബൗ ബൗ എന്ന് കുരയ്ക്കുന്നതിന് പകരം ബളിച്ച് ബളിച്ച് ഹഴിച്ചു ഹഴിച്ച് ഇങ്ങനെ കുരച്ചോണ്ടിരിക്കുന്ന ഒരു പട്ടി, ഒരു പേപ്പട്ടി. വേറൊരു പേപ്പട്ടി ഉണ്ട്, അവനിപ്പോൾ കാണുന്നില്ല. അതും എവിടെയെങ്കിലും വല്ലതും തല്ലിക്കൊന്നു കാണും ചിലപ്പോൾ. അപ്പം അങ്ങനെ ഒരു പട്ടി. പിന്നെ ഒരു പന്നിപ്പട്ടിയുണ്ട്, ഒരു പന്നി, പേ പിടിച്ച പന്നി. അവന് ഇവന്മാർ കുറച്ച് പേരുണ്ട്. ഇവന്മാരുടെ ഈ തട്ടിക്കൂട്ട് ചാനലില് ഈ വീഡിയോ കാണാൻ ഇവന്മാരേ ഉള്ളൂ. അവസാനം വന്ന് അങ്ങനെയായി. അപ്പൊ ഇത് ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനി അതിന്റെ നിയമപരമായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം വിചാരിച്ച് വെച്ചുകൊണ്ട് തന്നെ ഈ മൾട്ടി ലെവൽ സിസ്റ്റം മാർക്കറ്റിംഗ് കമ്പനികളിലെല്ലാം ഇങ്ങനെ പേയ്മെന്റ് സാധനങ്ങൾ വാങ്ങാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും വാങ്ങുക, ചിലപ്പോൾ അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ സാധനം വാങ്ങും. അതെല്ലാം കസ്റ്റമറുടെ ഇഷ്ടമാണ്. കാരണം അവർക്കെല്ലാം വരുമാനം കിട്ടാനും കൂടി വേണ്ടിയാണ് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 10,000 രൂപ കൊടുത്തിട്ട് ഒരു അഡ്വാൻസ് പേയ്മെന്റ് വാങ്ങുന്നവരാണെങ്കിൽ പോലും ഒരു കൂപ്പണെ ഇതിൽ വാങ്ങിച്ചിട്ടുള്ളവനും അവനും വരുമാനം കിട്ടാനും കൂടി തന്നെയാണ് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. സാധനങ്ങൾ വാങ്ങുക എന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നോ ഇങ്ങനെ എന്തെങ്കിലും നിയമമുണ്ടോ ഇവിടെ ഇന്ത്യയിൽ? ഈ ജനങ്ങൾ പൈസ ഉണ്ടാക്കാൻ പാടില്ല, വരുമാനം മേടിക്കാൻ പാടില്ല, പിന്നെ ആർക്കും ഒരു പൈസ കിട്ടാൻ പാടില്ല. ഇത് പിന്നെ നിയമപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും നിയമമുണ്ടോ? പിന്നെ ഒരു കമ്പനിയിലേക്ക് പൈസ വരുന്നുണ്ട്, അഡ്വാൻസ് പേയ്മെന്റ് ആണ്, നിയമപരമായി അത് അഡ്വാൻസ് പേയ്മെന്റ് ആണ്. അപ്പോൾ ആ തരത്തിൽ കൊടുക്കാൻ പാടില്ലെന്ന് നിയമമില്ല. അങ്ങനെ കൊടുത്തിട്ടുള്ള ആളെ അഡ്വാൻസ് പേയ്മെന്റ് ആയത് കണ്ട് അവർക്കത് ആവശ്യമുള്ളപ്പോൾ റിഡീം ചെയ്യാതിരിക്കാം, അത് അവരുടെ ഇഷ്ടം. നിയമപരമായി ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. പിന്നെ അതുകൊണ്ട് യാതൊരുവിധ ഉപദ്രവങ്ങളോ പ്രശ്നങ്ങളോ ആർക്കും ഉണ്ടാവരുത്, അങ്ങനെ ഒന്നും ഉണ്ടാവുന്നുമില്ല. അപ്പം ഇവർക്ക് വരുമാനം കിട്ടുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു പ്രശ്നവും ഇവിടെ ഉണ്ടാകുന്നില്ല. ഒരു കമ്പനി വളർന്നു വരുന്നുണ്ട്, അതിലേക്ക് ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, ആ കമ്പനിയുടെ പലവിധ ഫ്രാഞ്ചൈസികൾ ഉണ്ടായി വരുന്നുണ്ട്. ശരിയാണ്, ആ കടകളൊന്നും എല്ലാം പൂർണ്ണമായിട്ടും നല്ല സെയിൽ നടക്കുന്ന സംഭവമൊന്നും ആയിരിക്കില്ല. പക്ഷേ ഇത് തുടങ്ങുമ്പോഴേ അല്ലേ, ഈ മഞ്ഞത്തലയൻ ജനിച്ച പാടെ മഞ്ഞത്തലയൻ പ്രസവിച്ചു വീണ ഹോസ്പിറ്റലിലെ ബില്ല് കൊടുത്തത് മഞ്ഞത്തലയനാണോ? അല്ലല്ലോ. അപ്പം എന്ന് പറഞ്ഞ പോലെ എല്ലാ കമ്പനികൾക്കും അതിൻ്റെ വളർച്ചയ്ക്ക് ഒരു ഘട്ടമുണ്ട്. ഇവൻ്റെ ഒന്നും ഒരു മുറുക്കാൻ കട തുടങ്ങിയുള്ള ഒരു പരിചയം പോലും ഇല്ലാത്തതുകൊണ്ടും ഇതെല്ലാം ഇങ്ങനെ എന്തൊക്കെയോ ആരുടെയോ എവിടെയൊക്കെയോ നക്കി കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്നവന്മാരായതുകൊണ്ടും ഇവന്മാർക്കൊന്നും ഒരു ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യുന്നതിൻ്റെയോ അതിൻ്റെ കഷ്ടപ്പാടുകളോ വിഷമങ്ങളോ അതിലൂടെ പ്രവർത്തിക്കുന്ന, അതിൽ നിന്ന് വരുമാനം വാങ്ങുന്ന, അത് വെച്ച് ജീവിക്കുന്ന ആളുകളുടെ വിഷമങ്ങളോ ഒന്നും ഇവർക്ക് അറിയേണ്ട ആവശ്യമില്ല, അവർ നോക്കത്തുമില്ല. കാരണം ഇവർ പട്ടികളാണ്, യഥാർത്ഥ പട്ടികൾ. ഈ അക്കരയും ഇക്കരയും മറ്റേ ഉത്സനും കൊൽസനും ജോത്സ്യനും ഒക്കെ ഇട്ടുകൊടുക്കുന്ന നക്കാപ്പിച്ച എല്ലും കഷ്ണം കിട്ടാൻ വേണ്ടി കുരച്ചുകൊണ്ടിരിക്കുന്ന പട്ടികൾ. അപ്പൊ ഇവരാണ് യഥാർത്ഥ തട്ടിപ്പ്. അതായത് ഹൈറിച്ചിൽ നിയമപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഹൈറിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കും ഉപദ്രവങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവുന്നതുമില്ല. ആ ഒരു കമ്പനി ഡെവലപ്മെന്റ് ചെയ്തു വരികയാണ്. പിന്നെ ഈ അഡ്വാൻസ് കൂപ്പൺ മേടിച്ചിട്ട് ഇവർക്ക് സാധനം മേടിച്ചേ പറ്റൂ എന്നൊന്നും നിർബന്ധിക്കേണ്ട ഒരു കാര്യവും ഹൈറിച്ചിനില്ല. അത് അഡ്വാൻസ് പേയ്മെന്റ് ആണ് കൊടുക്കുന്നത്, അത് അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ടാണ് പൈസ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പലിശയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഈ മൾട്ടി ലെവൽ കമ്പനികളിലെല്ലാം തന്നെ ഇപ്പം 20,000 രൂപയ്ക്കും 30,000 രൂപയ്ക്കും സോപ്പും പേസ്റ്റും വാങ്ങുന്നത് എല്ലാം അവനവന് തേച്ചും തിന്നും തീർക്കാൻ വേണ്ടിയാണോ? അല്ല, അത് വിൽക്കാനും അത് മറ്റുള്ളവർക്ക് കൊടുത്ത് വരുമാനം വാങ്ങാനും അവരുടെ പൈസ കൂടാനും അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കൂടുതൽ പൈസ വരാനും ഒക്കെ വേണ്ടിയാണ് അങ്ങനെയുള്ള ബൾക്ക് പർച്ചേസ് ഒക്കെ നടത്തുന്നത്. അപ്പം ബൾക്കായിട്ട് ഈ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങൾക്കറിയാം, ചിലപ്പോൾ കോടികൾ അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് കോടികൾക്ക് റെഡീം കൂപ്പൺ വാങ്ങിയ ആളുകളുണ്ടാവും. എന്ന് വെച്ചാൽ അത് തെറ്റാവേണ്ട ആവശ്യമില്ല. കാരണം അത് ആ കമ്പനിയെ സപ്പോർട്ട് ചെയ്യാനും അതിൽ നിന്ന് വരുമാനം മേടിക്കാനുമാണ് ചെയ്തത്. അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണ് ഇവിടെ ആർക്കാണ് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്? ഒരു കമ്പനിയിലേക്ക്, ആ കമ്പനിയുടെ ഡെവലപ്മെന്റിന്, അതിന്റെ വളർച്ചയ്ക്ക്, അതിനെ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ ഇപ്പം അതൊരു റിസ്ക് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ കോടികൾ ഇടുക എന്ന് പറയുന്നത് ഒരു റിസ്ക് ഇല്ലാത്ത പരിപാടിയൊന്നുമല്ല. കോടികളുടെ പേയ്മെന്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്, അത്രയും കൂപ്പൺ വാങ്ങിച്ചിടുക എന്ന് പറയുന്നത് അതിനെല്ലാം വരുമാനം കിട്ടണമെന്നോ, ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു കേസ്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അപ്പൊ അവർക്കെല്ലാം ഈ കോടികൾ ഇട്ടവനായാലും കോടികൾ കൊടുത്തവനായാലും ഒരു അഡ്വാൻസ് പേയ്മെന്റ് വാങ്ങി ഒരു കൂപ്പൺ വാങ്ങിയവനായാലും നഷ്ടമാണ്, പ്രശ്നമാണ്. അവന്റെ പൈസയെല്ലാം അവർ ഈ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുന്ന പൈസ മുഴുവനും തടഞ്ഞു വെച്ചിരിക്കപ്പെട്ടിരിക്കും. അപ്പം ഈ തരത്തിലുള്ള റിസ്ക് അല്ല, ഇതൊരു നിയമപരമായിട്ട് ഒരു നാറി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. അപ്പൊ അങ്ങനെയുള്ള റിസ്കുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള പേയ്മെന്റുകൾ നടത്തി. ഈ കോടികൾ കയ്യിലുള്ളവന് അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കിയവനെ അറിയത്തുള്ളൂ അത് ഉണ്ടാക്കിയതിന്റെ വിഷമവും സങ്കടമൊക്കെ, അതിന്റെ ബുദ്ധിമുട്ട്.
അപ്പോൾ അത് ഇത്തരത്തിലൊരു കമ്പനിയിൽ അവർ കൊടുക്കുമ്പോൾ ആ കമ്പനിയുടെ ലക്ഷ്യത്തിൽ വിശ്വസിച്ച് അതിൽ നിന്ന് വരുമാനം കിട്ടുമെന്നും അവർ മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇതിലൊക്കെ ആർക്കാണ് എവിടെയാണ് തെറ്റ്, എന്താണ് ഇതിലെ പ്രശ്നം? പിന്നെ ഒരുത്തൻ പറയുന്നത് രാജ്യത്തിന് മുഴുവൻ പ്രശ്നമാണ്. എന്ത് രാജ്യത്തിന്? എന്ത് ഈ പാവപ്പെട്ട ആളുകൾക്ക് കുറച്ച് പൈസ കിട്ടുക, വരുമാനം കിട്ടിയ അതെല്ലാം രാജ്യത്തിൻ്റെ പ്രശ്നമാവും. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞ പോലെ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നക്കാപ്പിച്ച് എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ ഈ വൻകിട ടീമിന് ഈ കോടികൾ ഉണ്ടാക്കുന്നവന്മാർക്ക് കുറച്ച് കുറയുമല്ലോ. അതാണ് രാജ്യത്തിൻ്റെ പ്രശ്നം എന്ന് ഇവർ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. ഇവരങ്ങനെയാണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അതായത് സാധാരണ ഞാൻ പറഞ്ഞു ഈ ഹെയറിച്ചിൻ്റെ അഡ്വാൻസ് കൂപ്പൺ വെച്ച് ഈ കമ്പനി വളർന്നു വരുന്നത്. അതിൻ്റെ ആ അഡ്വാൻസ് കൂപ്പണായിട്ട് ഞാനിപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് 10 റെഡീം കൂപ്പണാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഈ 10 റെഡീം കൂപ്പണും എനിക്ക് റെഡീം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്, എനിക്കതിനുള്ള ഒരു ഉറപ്പുണ്ട് എന്നുള്ളതാണ് ഞാൻ ആ പേയ്മെൻറ്റ് അവിടെ ചെയ്യാനുള്ള കാരണവും. അപ്പോൾ എനിക്ക് അതുകൊണ്ട് വരുമാനം കിട്ടുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എനിക്ക് അവിടെ ഉറപ്പ് അത് ഞാനെന്ന സാധാരണക്കാരൻ്റെ ഉറപ്പാണ്. ഞാൻ കോടികളോ ലക്ഷങ്ങളോ വാങ്ങുന്ന ഒരുത്തനോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ളവനോ ആണെങ്കിൽ എനിക്ക് ഗൂഗിൾ പേയിൽ നിന്ന് ലോൺ എടുത്തിട്ട് അതായത് 1.5 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം ആ പൈസ. അപ്പോൾ ആ 10 റെഡീം കൂപ്പൺ വാങ്ങിച്ച് വെക്കേണ്ട, ആകെ എനിക്ക് 10 റെഡീം കൂപ്പൺ എൻ്റെ കയ്യിലുള്ളൂ. അത് വേറൊരു കാര്യം. അപ്പം അത് തന്നെ ഈ ഏറ്റവും അവസാന സമയത്താണ് ഞാൻ ചെയ്യുക. അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ വരുമാനമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ 1 ലക്ഷം രൂപ ഇത്രയും പലിശയ്ക്ക് ഇത് എടുത്ത് ഈ 10 റെഡീമൂൺ ആകെ എടുക്കുന്ന ഒരാൾ കോടീശ്വരനാവണമെന്നൊക്കെ പറയുന്ന അറിയില്ല, എന്തായാലും ആട്ടെ. അപ്പം ഇതാണ് സംഭവം. യഥാർത്ഥ തട്ടിപ്പുകാർ ഇവരാണ്. യഥാർത്ഥ തട്ടിപ്പ് എന്ന് പറയുന്നത് ചില ആളുകൾ കൊടുക്കുന്ന നക്കാപ്പിച്ച എല്ലും കഷ്ണത്തിന് വേണ്ടി കുറയ്ക്കുന്ന യഥാർത്ഥ പേ പട്ടികളാണ് ഇവർ. അപ്പോൾ ഈ പേ പട്ടികളുടെ കൊര കേട്ടിട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കപ്പെടരുത്. യഥാർത്ഥ തട്ടിപ്പ് നടത്തുന്നത് ഇവന്മാരാണ്. ഇവന്മാരുടെ തട്ടിപ്പ് ഡയലോഗുകളിൽ വീണ് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾക്കാർക്കും ഹൈറിച്ച് ജോയിൻ ചെയ്ത ആർക്കും ഇതിൻ്റെ പൈസ കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഇവർ തന്നെ പല സ്ഥലത്തും പറഞ്ഞു, പല വീഡിയോകളിലും പറഞ്ഞു ഹൈറിച്ചിലേക്ക് 3000 കോടി രൂപയെ വന്നിട്ടുള്ളൂ, അല്ല 3000 കോടി രൂപയുടെ മേളിൽ വന്നിട്ടുണ്ട്. എന്നിട്ടും ആ കണക്ക് തെറ്റാണ്. എന്നാലും ഞാൻ പറയാം, അവർക്ക് തോന്നിയൊരു കണക്കാണ് അത്. അവർക്ക് പല കാര്യങ്ങളും അതിൽ മനസ്സിലായില്ല. 200 കോടി രൂപയല്ലേ ഫ്രീസ് ചെയ്തുള്ളൂ. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫ്രീസ് ചെയ്ത പൈസയാണ് 200 കോടി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറെ വീഡിയോ പറയുന്നുണ്ട്. ഓക്കെ, എന്നാലും അപ്പോൾ ഇതാണ് ബാക്കിയുള്ളത്. ബാക്കി എവിടെയെന്നാണ്? ബാക്കി പൈസ എവിടെ? അതാരോ കൊണ്ടുപോയി, എവിടെയോ കൊണ്ടുപോയി എന്നൊക്കെയാണ് ഇവന്മാർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇവർ തന്നെ പറയുന്നത് നിങ്ങൾ കേസ് കൊടുക്കുന്നു. ഇത് അവർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് 3000 കോടി രൂപ സ്പെൻഡ് ചെയ്തിട്ടുള്ള അത്രയും ജനം ഇവിടെ ഉണ്ടെങ്കിൽ, ഈ കേരളത്തിലുണ്ടെങ്കിൽ, അവർക്ക് മുഴുവനും ഈ 200 കോടി രൂപ കൊണ്ട് എങ്ങനെ ആ ഈ 3000 കോടിയുടെ സ്ഥാനത്ത് 200 കോടി രൂപ വെച്ച് എത്ര പേർക്ക് എത്ര പൈസ കിട്ടും? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കുക. അല്ല, അവരുടെ കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവരുടെ കണക്കനുസരിച്ച് ഈ കേസ് കൊടുത്താലും പ്രത്യേകിച്ച് ഒന്നും കിട്ടൂല. പിന്നെ കുറേയൊക്കെ ഗവൺമെൻറ് തന്നെ പല കണക്കിൽ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ഒന്നും ഉണ്ട്. പിന്നെ അത് അങ്ങനെ എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടണമെങ്കിൽ തന്നെ വർഷങ്ങൾ ഈ കേസിൻ്റെ പുറകെ നടക്കേണ്ടി വരും, അല്ലെ ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. ചിലപ്പോൾ കിട്ടിയില്ലാന്നും വരും. അതൊന്നും കിട്ടാൻ പോകുന്നത് നിങ്ങൾ ചിലപ്പോൾ 1 ലക്ഷം രൂപയുടെ 10 റെഡീം കൂപ്പൺ വാങ്ങിച്ച് 1 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു 5000 രൂപ കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. കിട്ടിയാൽ കിട്ടി. 5000 രൂപ പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല, അത്ര പോലും ഉണ്ടാവില്ല. അപ്പോൾ ആ പൈസ, അപ്പോൾ ഇതാണ് ഇവർ കേസ് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഇവർ കേസ് കൊടുക്കാൻ പറയുന്നത്? ഈ ആൾക്ക് പൈസ തിരിച്ചിട്ടാൻ വേണ്ടിയാണോ? ഇവർ പറയുന്ന ഈ കണക്കനുസരിച്ച് ഒരിക്കലും ഇത്രേ കിട്ടത്തുള്ളൂ എന്നറിയാം. അപ്പോൾ പൈസ കിട്ടാൻ വേണ്ടിയുള്ള ഉദ്ദേശമല്ല അവരുടെ. പിന്നെന്താണ് അവരുടെ ഉദ്ദേശം? കേസ് കൊടുക്കുക, കേസ് വരിക, അതായത് ഈ കമ്പനിക്കെതിരെ കൂടുതൽ കേസ് ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു ലക്ഷ്യം ഇവരുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ ഈ കൂതറ ജോണിയും ഈ ഇക്കരപ്പട്ടിയും ഈ കുൽസനും എല്ലാം കൂടി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, നിങ്ങൾ മാക്സിമം വീഡിയോ ഇടുക. അപ്പോൾ അതിൽ പ്രധാനിയാണ് ഈ മഞ്ഞത്തലയൻ. അപ്പോൾ ഇവന്മാർ ഇടുന്ന വീഡിയോകളും ഇങ്ങനെ ചറപറ ഇവന്മാരുടെ ഒരു ഈ മഞ്ഞത്തലേൻ്റെയൊക്കെ പ്രത്യേകിച്ചൊരു അതിൻ്റെ ഒരു ലേ ഔട്ടൊക്കെ ഉണ്ട്. ഒരു റെഡ് എന്തോ ഒരു വലിയ അവൻ്റെ അമ്മായിയപ്പൻ്റെ 16 അടിയന്തരത്തിന് നോട്ടീസ് അടിച്ച പോലത്തെ ഒരു തമ്പനയിലാണ് ഒരു മഞ്ഞ കളർ, ഒരു പച്ചയിൽ ഒരു ബാനർ. അത് ഒരു വീഡിയോ 100 കണക്കിന് വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച്. അപ്പോൾ ഇങ്ങനെ വീഡിയോ നിങ്ങൾ നിരന്തരം ഇടുന്നതിന് ഓരോ വീഡിയോയ്ക്കും നക്കാപ്പിച്ച് കിട്ടുന്നുണ്ട്, ഇവന് എല്ലും കഷ്ണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ എല്ലും കഷ്ണത്തിന് കുരച്ചുകൊണ്ടിരിക്കുന്ന ഈ പട്ടിയുടെ കൊര കണ്ടിട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കപ്പെടരുത്.
പിന്നെ കേസ് എന്ന് പറയുന്നത് അതും ഏകദേശം ഈ കേസ് കൊടുത്തിരിക്കുന്ന ആളുകൾ, ബാങ്ക് ഫ്രീസ് ചെയ്തിരിക്കുന്ന ആളുകൾ, ഇതിനെല്ലാം തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. എൻ്റെ അപ്പുറത്തെ ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. അത് കോടതി അലക്ഷ്യമാണ്, അതുകൊണ്ട് ഞാനത് പറയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഗതി. അതുകൊണ്ട് പിന്നെ സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിൽ ഒരു വിശ്വാസമുണ്ട്. ഹൈക്കോടതി എന്ന് പറയുന്നത് ഇത്തരം സ്വാധീനങ്ങളിലൊന്നും വീഴുന്ന ഒരു ടീമല്ല, അതിലും മേലെയാണെന്ന ഒരു വിശ്വാസം ഹൈക്കോടതി അല്ലെങ്കിൽ ചിലപ്പോൾ സുപ്രീം കോടതി. അപ്പോൾ ഇത്തരം സ്വാധീനങ്ങളിൽ വീഴുന്നവരല്ല. രണ്ട് വശവും കേട്ട്, രണ്ട് വശവും മനസ്സിലാക്കി, ആ രണ്ട് വശത്തെയും ഇപ്പം ഇതിലെ കസ്റ്റമേഴ്സാണ് ഇതിലെ അനുഭവസ്ഥർ, അതായത് ഇതിൻ്റെ പ്രശ്നം അനുഭവിക്കുന്നവർ എന്നാണ് ആ വിധിന്യായത്തിലുള്ളത്. പക്ഷെ അവർ കൊടുത്തിരിക്കുന്ന, അതായത് എന്നെപ്പോലുള്ള ആളുകളാണ് അവരെല്ലാം. അപ്പം ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ അനുഭവസ്ഥരെന്ന് പറയപ്പെടുന്ന ഈ പാവങ്ങളെന്ന് ആ വിധിന്യായത്തിൽ തന്നെ ഉള്ള അവരെ നോട്ട് ചെയ്തിട്ടുള്ള ആ ആളുകൾ കൊടുത്തിരിക്കുന്നത് ഇത് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ്. അഡ്വാൻസ് പേയ്മെൻറ്റ് ഞങ്ങൾക്ക് ഇത് റിഡീം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ കമ്പനി ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടൊന്നും വാങ്ങിയിട്ടില്ലെന്ന് ഇതിൽ ജോയിൻ ചെയ്തിട്ടിരിക്കുന്ന ഓരോ ആളുകളും എഴുതി തയ്യാക്കി ഒപ്പിട്ട്, പേരും അഡ്രസ്സും അടക്കം ഒപ്പിട്ട് കൊടുത്ത സാധനത്തെക്കുറിച്ച് വിധിന്യായത്തിൽ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? അതാണ് സംഭവം. അപ്പം എല്ലാവരും ഈ തട്ടിപ്പുകാർക്കെതിരെ ജാഗരൂകരായിട്ടിരിക്കുക. അത്രേ പറയാനുള്ളൂ. താങ്ക് യു.